ഹാൽ സിനിമയിലെ 15ഓളം സീനുകൾ കട്ട് ചെയ്യണമെന്നാണ് ഇപ്പോൾ സെൻസർ ബോർഡ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നിരവധിയായി തവണ ഇങ്ങനത്തെ ന്യൂസുകൾ കേൾക്കുന്നു. അപ്പോൾ എന്താണ് സാറിൻ്റെ അതിൽ അഭിപ്രായം? ഒന്നാമത്തെ കാര്യം ഷിബിലി, ഇത് മാത്രമല്ല കേട്ടോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. 2 പുതിയ സിനിമകൾ കൂടി വരുന്നുണ്ട്. അതിൻ്റെ കാർത്തം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ പേരിലൊരു സിനിമ വരുന്നുണ്ട്, പിണറായി വിജയനെ നായകനാക്കിക്കൊണ്ടൊരു സിനിമ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി നമ്മൾ ചർച്ച ചെയ്യണം. പക്ഷേ ആദ്യം നമുക്കിത് ചർച്ച ചെയ്ത് തുടങ്ങാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്ന ഒരൊറ്റ കാര്യമാണ് ഷിബിലി, സിനിമകളിലൂടെ ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്നത് കൂടുതലാണ് എന്നുള്ളത് എല്ലാ ഭരണകൂടങ്ങളും തന്നെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ കണ്ടെത്തിയിട്ടുള്ള ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ, ഇപ്പോൾ നാസിയുടെ പാർട്ടിയുടെയും ഹിറ്റ്ലർ ഭരിക്കുന്ന സമയത്തൊക്കെ അവർക്ക് അനുകൂലമായിട്ടുള്ള സിനിമകൾ ഇറങ്ങിയിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഈ ഉമ്മൻചാണ്ടിയുടെയും അതുപോലെ പിണറായി വിജയൻ്റെയും പേരിലുള്ള സിനിമകൾ വരാനിരിക്കുന്നതൊക്കെ ഈ ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കാലത്ത് സിനിമകൾ വരാൻ പോവുകയാണ്. ഷിബിലി അറിയേണ്ടത്, തെലങ്കാനയിൽ, ആന്ധ്രാപ്രദേശിൽ യാത്ര എന്ന് പറയുന്ന മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയുണ്ട്. അതുപോലെ രാജശേഖർ റെഡ്ഡിയുടെ, YS രാജശേഖർ റെഡ്ഡിയുടെ ജീവിതം കാണിച്ചുകൊണ്ടാണ്, ആ സിനിമ അഭിനയിച്ചതുകൊണ്ടാണ് പിന്നീട് ജഗൻമോഹൻ റെഡ്ഡി അവിടെ അധികാരത്തിലേക്ക് വരാൻ എളുപ്പമായത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ നിരവധി സിനിമകളുടെ ഒരു പ്രാധാന്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ മനസ്സിലാക്കിയതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, തങ്ങൾക്കെതിരെ അഭിപ്രായമുള്ള, അത്തരത്തിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന സിനിമകളൊന്നും പുറത്തേക്ക് വരരുത് എന്നുകൂടി ഇവർ ആഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഹാൽ എന്ന് പറയുന്ന ഒരു സിനിമ അല്ലെങ്കിൽ ഏതാണ്ട് അതിൽ നിന്ന് 15ഓളം കട്ടുകൾ വേണമെന്ന് പറയുന്നത്. ആ കട്ടുകൾ തന്നെ വലിയ തമാശയാണ്. കാരണം എന്ന് വെച്ചാൽ, ധ്വജപ്രമാണം എന്ന് പറയുന്നത് ഒഴിവാക്കണം, രാഖി എന്ന് കെട്ടിയത് ബ്ലർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഷിബിലി ആലോചിക്കുക, രാഖി കെട്ടിയത് എന്ത് ചെയ്യുമോ, ബ്ലർ ചെയ്യണം. അതുപോലെ തന്നെ അപ്പോൾ രാഗി കെട്ടിയിട്ട് എന്തായിരിക്കും ചെയ്യുക എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മതി. പിന്നെ അതിനകത്ത് ബീഫ് ബിരിയാണി കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ ബീഫ് ബിരിയാണി കഴിക്കുന്നുണ്ട് പേര് പറയുന്നില്ലെന്ന് പറയണം. പക്ഷേ ബിരിയാണി കഴിക്കുമ്പോൾ അത് ബീഫാണെന്ന് തോന്നുന്നു വെച്ചാൽ അത് എന്ത് ചെയ്യണം, കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത് ഹോളി ഏഞ്ചൽസ് എന്ന് പറയുന്ന ഒരു കോളേജിൻ്റെ ബോർഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കുമ്പോൾ അത് സഭയുടെ ഈ പറയുന്ന മറ്റേ താമരശ്ശേരി ബിഷപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം എന്നൊക്കെയുള്ള ഒരുപാട് മണ്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പറയുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത്, സിനിമകളിലൂടെ വരുന്ന പ്രചരണങ്ങളെ ഇവർ ഭയക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ മേഴ്സൽ എന്ന് പറഞ്ഞ സിനിമ നമുക്കറിയാം. ആ മേഴ്സലിലൂടെയൊക്കെ തന്നെ എങ്ങനെയാണ്, അതുപോലെ നിരവധി സിനിമകളിലൂടെ എങ്ങനെയാണ് വിജയ് സ്വന്തം രാഷ്ട്രീയം തമിഴ്നാട്ടിൽ ബിൽഡ് ചെയ്തത്, 20% വോട്ട് കിട്ടാൻ പറ്റുന്ന ഒരാളായി മാറിയത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ അങ്ങനെ സിനിമകളിലൂടെ വലിയ ഇൻഫ്ലുവൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് സുരേഷ് ഗോപിയെ പോലൊരാൾ തൃശ്ശൂരിൽ നിന്ന് ജയിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സിനിമകളിലൂടെ ഈ ഇത്തരത്തിലുള്ള ഒരു ആംഗ്രി യങ് മാൻ എന്നൊക്കെ പറയുന്ന ഒരു ഇമേജ് ഉണ്ടാക്കിയാലും അത് വേണമെങ്കിൽ കുറേ വോട്ടുകൾ അടിച്ചു മാറ്റാൻ കഴിയുമെന്നാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ഇതിപ്പോഴെ തുടങ്ങിയിട്ടില്ല. പത്താനിൽ ദീപിക പദുകോൺ ബിക്കിനിട്ടത് ഷിബിലി കാണുന്നത് ഒരു 3 സെക്കൻഡുള്ള ബിക്കിനിയാണ് ഇത്, സാഫ്രോൺ കളറിലുള്ളത്. അത് ഇവർക്ക് വലിയ അപമാനമായിട്ട് തോന്നി. പിന്നെ ഷിബിലി മറ്റൊരു സിനിമയുണ്ടല്ലോ, എന്താണ് മറ്റേ പത്മാവത് എന്ന് പറയുന്ന സിനിമ, മറ്റേ കർണിസേന എന്ന് പറയുന്ന ഒരാൾ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ, കർണിസേന എന്ന് പറയുന്ന ആളെ ഏതാണ്ട് അയാൾ ജീവിതത്തിൽ തന്നെ ഒരു സിനിമയൊക്കെ കണ്ടിട്ടുള്ളൂ. എന്നിട്ടാണ് അയാൾ പത്മാവത് വലിയ പ്രശ്നമാകുമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. ലാസ്റ്റ് എന്ത് ചെയ്യേണ്ടു, കട്ട് ചെയ്യേണ്ടു എന്ന് പറഞ്ഞാൽ, നമ്മുടെ രാജ്യം പതുക്കെ ഒരു ഫാസിസ്റ്റ് രീതികളിലേക്ക് മാറുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഫാസിസം എന്ന് പറയുന്നത് കടന്നു വരുന്നത് ഇത്തരം വഴികളിലൂടെയാണ്. ഇനി ഇതെല്ലാം പോട്ടെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സുരേഷ് ഗോപിയുടെ സിനിമ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ജാനകി എന്ന് പറയുന്നത് സീതാദേവിയുടെ മറ്റൊരു പേരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വി ജാനകി എന്ന് കൊടുത്തു. ആ സിനിമയൊക്കെ കണ്ടിട്ട് ഒരു മനുഷ്യനും കാണാതെ അങ്ങോട്ട് അല്ലെങ്കിൽ അത്ര ഒന്നും ശ്രദ്ധിക്കപ്പെടാതെ അങ്ങോട്ട് പോയാലേ. ഇനി ഇതെല്ലാം പോട്ടെ, എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ, ശരിക്കും പറഞ്ഞാൽ വിവാദം ഉണ്ടായില്ലെങ്കിൽ എമ്പുരാൻ അധികം പേരെ എന്ത് ചെയ്യൂല, കാണൂല. യഥാർത്ഥത്തിൽ ഇപ്പം ഞാൻ കാണാൻ പോയ ദിവസം തന്നെ ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി വന്നിട്ടുണ്ട്. ഹാഷ്മി പറയുന്നത്, ഈ കട്ട് ചെയ്യണതിന് മുമ്പ് കണ്ടേക്കാമെന്ന് വെച്ച് കഷ്ടപ്പെട്ട് ഞാൻ ഇന്നൊരു സീറ്റ് ഒപ്പിച്ച് വന്നാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നിരവധി കട്ടുകൾ. ആകെ കട്ട് എന്ന് പറഞ്ഞാൽ 2.5 മിനിറ്റിൻ്റെ കട്ടേ ഉള്ളൂ. ആ കട്ടിൽ ഗർഭിണിയെ പീഡിപ്പിക്കുന്ന രംഗം, അതുപോലെ തന്നെ ഈ പറയുന്ന വരെ തീ വെക്കുന്ന രംഗം, ഇങ്ങനെ ചില രംഗങ്ങൾ, ഗുജറാത്ത് കലാപത്തിൻ്റെ ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ ബജ്രംഗി എന്ന് പറയുന്ന പേരെന്ത് ചെയ്യണം, ബജ്രംഗി ഞാൻ അതും മാറ്റണം എന്ന് പറഞ്ഞു. ഇങ്ങനെ ചില വെറും ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൽ ഷിബിലിക്ക് അറിയേണ്ട മറ്റൊരു കാര്യം എന്താണെന്നറിയോ, തപസ്യ എന്ന് പറയുന്ന RSSനൊക്കെ സാംസ്കാരിക സംഘടനയുണ്ട്. അവർ പോലും പറയുന്നത് ഇത് ആവശ്യമില്ലാത്ത കാര്യമാണെന്നാണ് ഇത്തരത്തിൽ കട്ട് ചെയ്യുന്നത്. സുരേഷ് ഗോപിക്കും പറഞ്ഞു ഇത് കട്ട് ചെയ്യുന്നത്, പക്ഷേ സുരേഷ് ഗോപി നിസ്സഹായനാന്ന് പറഞ്ഞു. ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ ഷിബിലി, ഇതിൻ്റെ പ്രശ്നം നമ്മളൊരു വിഷം കുത്തിവെച്ച ആയുധം എന്ത് ചെയ്ത് ആളുകളിലേക്ക്, മനസ്സുകളിലേക്ക് വിഷം കുത്തിവെച്ച് അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, പിന്നെ അവരെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പോലും
പറ്റില്ല. ഇപ്പൊ സിഖ് തീവ്രവാദികൾ എങ്ങനെയാണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതെന്ന് വെച്ചാൽ ആദ്യം സിഖ് തീവ്രവാദികളെ ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ അത്തരത്തിൽ അവരെ സഹായിക്കുന്നതിന് പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്, കോൺഗ്രസ് കാരണമായിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്തു, ഇന്ദിരാഗാന്ധിക്ക് എന്ത് ചെയ്യുന്നു, സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വന്നു പകരമായിട്ട്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ നിങ്ങൾ അറിയേണ്ടത് ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ ആദ്യം ആരാണ്, അമേരിക്കയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന താലിബാനെ അവിടെ വളർത്തിയത്. മനസ്സിലായി? റഷ്യൻ സൈന്യത്തിനെതിരെ. അപ്പൊ പലപ്പോഴും നമ്മൾ ചെറിയ സഹായങ്ങൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ ആ സമയത്ത് അറിയില്ല, ഇവർ ഇത്രയും വൃത്തികെട്ട പറയാമെന്ന് അറിയില്ലായിരിക്കും. പക്ഷെ എങ്കിലും അത് ചെയ്തു കൊടുക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യും, ഇത് പിടിച്ച് കെട്ടാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യും, വളരും. ഇപ്പൊ കേരളത്തിൽ പോലും വിഭാഗീയതയും വർഗീയതയും ഒക്കെ ഇതുപോലെ വളർന്നുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ചില യൂട്യൂബേഴ്സിനൊന്നും അറിയില്ല. അവർ വിചാരിക്കണം ആ സമയത്ത് ഒരു 10-25 ലക്ഷം രൂപ മാസം കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് പലരും ഇത് വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങോട്ട് കൈവിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവലി നമുക്കിടക്കാൻ ലാസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. ആ സംഭവത്തിലേക്ക് വരും. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളൊരു ലെവലിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ RSSO BJPയോ നരേന്ദ്രമോദിയോ പോലും ആഗ്രഹിക്കാത്ത ലെവലിലേക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെ രൂപപ്പെട്ട് വരുന്നത്. മനസ്സിലായോ? ഇപ്പം നിർമാല്യ പോലൊരു സിനിമ പണ്ടെടുത്തു, ഇന്ന് എടുക്കാൻ പറ്റുമോ? മീശ പോലൊരു നോവൽ ഇന്ന് എഴുതിയിട്ട് എന്തൊക്കെ പുലിവാലുണ്ടായി. പക്ഷേ എന്തിനേറെ പറയുന്നു, NM ഷംസീർ മറ്റേ ഗണപതി മിത്താണെന്ന് തോന്നിട്ട് അത് എന്ത് ചെയ്യേണ്ടി വന്നു, പിന്നെ മിണ്ടാൻ പറ്റുന്നില്ല. ഇപ്പം ഞാൻ പറയുന്നു, ഇപ്പം ഈ പറയുന്ന നമ്മുടെ ശബരിമല സ്ത്രീപ്രവേശനം വേണോ വേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു രാഷ്ട്രീയക്കാരനും വാതുറക്കൂല. അപ്പോൾ ആ ലെവലുകളിലേക്ക് നമ്മുടെ ഇന്ത്യയും കേരള രാഷ്ട്രീയവും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലനമാണ് ഈ പറയുന്നവർ കാണുന്നത്. അത് കൂട്ടാനുള്ള പരിശ്രമമാണ് ഇവർ ഇതുവഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ട്. ഹൈക്കോടതി ഇനി സിനിമ കണ്ടിട്ട് എന്ത് പറയുമെന്ന് നമുക്ക് എന്ത് ചെയ്യില്ല, അറിയില്ല. കോടതികളിൽ പോലും ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് കോടതികൾ പോലും വിധേയർ ആകുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നിയമം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യേണ്ടി വരും, എല്ലാത്തിനും പ്രദർശനാനുമതി കൊടുക്കേണ്ടി വരും. പിന്നെ കോടതികളെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല, കാരണം നാട്ടിൽ സമാധാനം വേണ്ടേ. പക്ഷേ ഇത് അങ്ങേയറ്റ അസംബന്ധ നാടകങ്ങളാണ്. അസംബന്ധങ്ങൾ എല്ലാ ലെവലും വിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി ഷിബിലി, സുരേഷ് ഗോപി വായിച്ചു നോക്കിയ സ്ക്രിപ്റ്റ്, സുരേഷ് ഗോപിയുടെ പുറകെ നടന്ന് സുരേഷ് ഗോപി വായിച്ചു നോക്കി അതിൽ തിരുത്തലുകൾ പറഞ്ഞു. സുരേഷ് ഗോപി സമ്മതിച്ച സ്ക്രിപ്റ്റാണ് എന്ന് പറയുന്നത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അപ്പോൾ ഇവർക്ക് സുരേഷ് ഗോപി വിശ്വാസമില്ല. മനസ്സിലായി? അപ്പോൾ പിന്നെ ഹാൽ എന്ന് പറഞ്ഞ ഹാലിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത് ഷിബിലി അറിയേണ്ടത് മറ്റേ റഫീഖ് വീർ എന്ന് പറയുന്ന ഒരാളാണ്. റഫീഖ് വീർ. അതുമാത്രമല്ല, അത് തെലുങ്ക്, കന്നഡ, ഹിന്ദിയിലൊക്കെ എടുക്കുന്ന ഒരു 16 കോടി രൂപ ചിലവുള്ള ഈ ഷെയ്ൻ നിഗത്തിൻ്റെ ഏറ്റവും വലിയ സിനിമയാണ്. ഇനി അതിൻ്റെ തിരക്കഥ എഴുതിയേക്കുന്നത് നിഷാദ് കോയ. ഈ നിഷാദ് കോയനെ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. ഒരു തിരക്കഥ മോഷണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വിവാദമൊക്കെ നേരത്തെ ഉണ്ടായി. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. നിഷാദ് കോയയാണ് സ്വന്തം തിരക്കഥ മോഷ്ടിച്ചുകൊണ്ടാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, അതായത് മറ്റേ നിവിൻ പോളിയും മറ്റേ ഇവരും അഭിനയിച്ച പാകിസ്ഥാൻകാരനും ഇന്ത്യക്കാരനും ഒക്കെ ആയിട്ട് അഭിനയിച്ച ഒരു സിനിമയുണ്ട്. നിവിൻ പോളിയും നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും ഒക്കെ. ആ സിനിമയുടെ ഒക്കെ തിരക്കഥ മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞ വലിയ വിവാദം ഉണ്ടായി. അത് നിഷാദ് കോയ പറഞ്ഞത് എൻ്റെ ആണെന്നാണ്. ലാസ്റ്റ് ഇവരുടെ ആരുടെയല്ല വേറൊരാളുടെ സിനിമയാണെന്ന് എന്ത് ചെയ്തു, കണ്ടെത്തുകയും അയാളെ കൊണ്ട് ഞങ്ങൾ സിനിമ എടുപ്പിക്കുമെന്നൊക്കെ ബി ഉണ്ണികൃഷ്ണൻ പറയുകയൊക്കെ ചെയ്തു. പക്ഷെ പിന്നെ എന്തായാലും നമുക്കറിയാൻ പാടില്ല, കാരണം അന്ന് വലിയ തോതിലുള്ള പല ഡയലോഗുമൊക്കെ നമ്മൾ കേട്ടാണ്. അപ്പോൾ ആ നിഷാദ് കോയയാണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയേക്കുന്നത്. നിഷാദ് കോയ പറയണത് ഇത് യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ സറ്റയർ ആണെന്നാണ്. മറ്റേ ചില അവ്യക്തതകളൊക്കെ അതിനകത്തുണ്ട്. സംവിധായകൻ പറയുന്നത് ഇതൊരു മറ്റേ ഫാമിലി എൻ്റർടൈനർ ആണെന്നാണ്. അപ്പോൾ ആള് കയറാൻ വേണ്ടി ഒരു പലതും പറയുന്നുണ്ട്. പക്ഷെ എന്താണെങ്കിലും ശരി, വിമർശനങ്ങളെ ഇവരെല്ലാവരും ഭയക്കുന്നുണ്ട്. ആ ഭയം എന്ന് പറയുന്നത് ഒരു ഫാസിസ്റ്റ് രീതിയാണ്. അതായത് വിമർശനങ്ങൾ ഉണ്ടായാൽ തകർന്നു പോകാവുന്നതേ ഉള്ളൂ, ഞങ്ങൾ കെട്ടിപ്പൊക്കിയ നുണകൾ എന്ന് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഇവരെല്ലാവരും ഇതിനെ ഭയപ്പെടുന്നതും പേടിക്കുന്നതും ഇതിനോടനുബന്ധിച്ച് വർത്തമാനം പറയുന്നത്.